നെക്സ്റ്റ് ഫംഗ്ഷൻ്റെ വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് പോർഷനാണ് കോമ്പസിറ്റ് ഫങ്ഷൻസ്. ഇത് നിങ്ങളുടെ സിലബസിൽ തന്നിട്ടില്ല, പക്ഷേ നിങ്ങളുടെ സാമ്പിൾ ക്വസ്റ്റ്യനകത്ത് ഈ ഒരു പോർഷൻസിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. സാധാരണ എപ്പോഴും ഫങ്ഷൻസിനകത്തു നിന്ന് ജനറലി ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ് കോമ്പസിറ്റ് ഫങ്ഷൻസ് എന്ന് പറയുമ്പം. അപ്പോൾ കോമ്പസിറ്റ് ഫങ്ഷൻസ് എന്ന് പറയുമ്പം സിമ്പിളാണ്. ഫോർ എക്സാമ്പിൾ, ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് എ ടു ബി ആണെന്ന് വിചാരിക്കുക, വേറൊരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് ബി ടു സി ആണെന്ന് വിചാരിക്കുക. അപ്പം നമുക്ക് ഫംഗ്ഷൻ എഫും ഉണ്ട്, ഫംഗ്ഷൻ ജിയും ഉണ്ട്, വിച്ച് ഇസ് എ ടു ബി ആൻഡ് ബി ടു സി. നമ്മളോട് പറയാണ് ഫംഗ്ഷൻ ജി ഓഫ് എഫ് കണ്ടുപിടിക്കാൻ പറയുക. അതായത് ജി ഓഫ് എഫ് എന്ന് പറയുമ്പം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജി ഓഫ് എന്ന് പറയുന്നത് ഇങ്ങനൊരു ബ്രാക്കറ്റിലിടുക, ജി ഓഫ് എഫ് ഓഫ് എക്സ്. അതായത് ഞാൻ രണ്ട് ഫംഗ്ഷനായിട്ട് എഴുതിയേക്കുമെന്ന് വിചാരിച്ചു, ജി ഓഫ് എക്സും ജി ഓഫ് വൈയും എഫ് ഓഫ് എക്സും എന്ന് വിചാരിച്ചു. എന്നിട്ട് ഞാൻ പറയാണ് അതിനെ കണ്ടുപിടിക്കാൻ, ജി എഫ് കണ്ടുപിടിക്കാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്തെന്ന് പറയുക, ജി ഓഫ് എഫ് ഓഫ് എക്സ്. ഇതാണ് ജി ഓഫ് എഫ് എന്ന് പറയുന്നത്. അതായത് എന്താ ഇവിടെ തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് എത്രയാണ്, എ ടു ബി ആണ്, ജി എന്ന് പറയുന്നത് സി ആണ്. അപ്പോൾ ജി ഓഫ് എഫ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, നമ്മൾ ജി ഓഫ് എഫ് ഓഫ് എക്സ്, ജിയിലോട്ട് എന്ത് കൊടുക്കണം, എക്സിൻ്റെ സ്ഥാനത്ത് ഇനി എഫ് ഓഫ് എക്സ് കൊടുക്കണം, ഈ വാല്യൂ കൊടുക്കണം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എ ടു ബി, ബി ടു സി എന്തായിരിക്കും കിട്ടുന്നത്, എ ടു സി. ഒരു ഈ ഫംഗ്ഷൻ വെച്ച് മനസ്സിലായില്ലെങ്കിൽ ഒരു എക്സാമ്പിൾ നോക്കാം. എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 1, ജി ഓഫ് എക്സ് ഈക്വൽ ടു 3x പ്ലസ് 5 അല്ലേ. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ മൈനസ് 1ഉം ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് 3x പ്ലസ് 5ഉം. ഇനി ഇവിടെ എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്, ഇവിടെ എഫ് ഓഫ് ജി ആണ് കണ്ടുപിടിക്കുക. അതായത് നമുക്ക് എഫ് ഓഫ് ജി ചോദിക്കാം, ജി ഓഫ് എഫ് ചോദിക്കാം, ഏത് വേണമെങ്കിലും ചോദിക്കാം. ഇവിടെ എഫ് ഓഫ് ജി ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം എഫ് ഓഫ് ജി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, എഫ് ഓഫ് ജി ഓഫ് എക്സ് അല്ലേ, എഫ് ഓഫ് ജി ഓഫ് എക്സ്. അപ്പം എഫ് ഓഫ് ഇവിടെ ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്, 3x പ്ലസ് 5. ഓക്കെ, എഫ് ഓഫ് 3x പ്ലസ് 5 ഇതാണ് എനിക്ക് എഫ് ഓഫ് ജി എന്ന് പറയുമ്പോൾ എഫ് ഓഫ് ജി ഓഫ് എക്സ് ആണ് കണ്ടുപിടിക്കാനുള്ളത്, എഫ് ഓഫ് 3x പ്ലസ് 5. സോ എഫ് ഓഫ് 3x പ്ലസ് 5 എന്ന് പറയുമ്പോൾ ഇപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് എന്തായിട്ട് മാറി, എക്സ് എന്ന് പറയുമ്പോൾ ഇപ്പം 3x പ്ലസ് 5 ആണ്, എഫ് ഓഫ് 3x പ്ലസ് 5. സോ അപ്പം ഈ ഇക്വേഷൻ എന്താകും, എക്സ് സ്ക്വയർ മൈനസ് 1. ഇനി എക്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇവിടെ എന്താണ്, 3x പ്ലസ് 5 ആണ്. അപ്പം ആ എക്സിൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കണം, 3x പ്ലസ് 5 കൊടുക്കണം. 3x പ്ലസ് 5 ദ ഹോൾ സ്ക്വയർ മൈനസ് 1. സോ ഇതാണ് ഇതിൻ്റെ അർത്ഥം. നമ്മൾ ഇപ്പം ഇനിയിപ്പോൾ അടുത്ത നോക്കിയാൽ ജി ഓഫ് എഫ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കും, ജി ഓഫ് എഫ് ഓഫ് എക്സ് അല്ലേ, ജി ഓഫ് എഫ് ഓഫ് എക്സ്. ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താ, എക്സ് സ്ക്വയർ മൈനസ് 1. എഫ് ഓഫ് എക്സ് എന്താണോ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, അത് എക്സ് സ്ക്വയർ മൈനസ് 1 ആണ്. ജി ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് 3x പ്ലസ് 5 ആണ്. അന്നേരം എക്സിൻ്റെ സ്ഥാനത്ത് ഇനി എന്ത് കൊടുക്കണം, എക്സ് സ്ക്വയർ മൈനസ് 1. അപ്പം 3 ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1 പ്ലസ് 5. ഇതാണ് ജി ഓഫ് എഫ് എന്ന് പറയുന്നത്. ഇതാണ് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ, മിക്കവാറും ചോദിക്കുന്നതാണ്. കോമ്പസിറ്റ് ഫങ്ഷൻസ് എളുപ്പമാണ് ചെയ്യാൻ. ഇനി കോമ്പസിറ്റ് ഫങ്ഷൻസ് ആർ അസോസിയേറ്റീവ്. അതായത് ഞാൻ പറയുന്നു എഫ് ഓഫ് ജി ഓഫ് എച്ച് കണ്ടുപിടിക്കാൻ പറയുന്നു, അതേപോലെ എന്നിട്ട് അന്നേരം അതിന് തന്നെ ഇങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് വിചാരിച്ചു. അടുത്തത് എഫ് ഓഫ് ജി ഓഫ് എച്ച്, ഇത് രണ്ടും സെയിമാണ്. ഇങ്ങനെ ചെയ്താലും അങ്ങനെ ചെയ്താലും സെയിമാണ്, കണ്ടോ, ഇതും സെയിം ആണ്. അന്നേരം അസോസിയേറ്റിവിറ്റി ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാനിപ്പോൾ കണ്ടുപിടിച്ച് എഫ് ഓഫ് ജിയും ജി ഓഫ് എഫും സെയിം ആയിരുന്നോ, അല്ലല്ലോ. എഫ് ഓഫ് ജിയും കണ്ടുപിടിച്ചു, ജി ഓഫ് എഫും കണ്ടുപിടിച്ചു, പക്ഷെ അത് സെയിം അല്ല. സോ ദേ ആർ നോട്ട് കമ്മ്യൂട്ടേറ്റീവ്. എന്താണ് രണ്ട് പ്രോപ്പർട്ടി പറയുന്നത്, കോമ്പസിറ്റ് ഫങ്ഷൻസ് ആർ അസോസിയേറ്റീവ് ബട്ട് ദേ ആർ നോട്ട് കമ്മ്യൂട്ടേറ്റീവ്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഒരു ഡെഫിനിഷൻ ഇവിടെ കൊടുത്തിട്ടുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു, നിങ്ങൾക്ക് കാണാമോന്ന് അറിയില്ല, എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 1 ആൻഡ് ജി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. എളുപ്പമാണ്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്, എക്സ് പ്ലസ് 1ഉം ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്, എക്സ് സ്ക്വയറും. എന്താ കണ്ടുപിടിക്കേണ്ടത്, ജി ഓഫ് എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കണം, ജി ഓഫ് എഫ് കണ്ടുപിടിക്കണം. അപ്പം
ജി ഓഫ് എഫ് എന്ന് പറയുമ്പോൾ എന്താ വരുന്നത്? ജി ഓഫ് എഫ് ഓഫ് എക്സ്. അപ്പം എന്ത് കൊടുക്കണം? ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ എഫ് ഓഫ് എക്സിന് സ്ഥാനത്ത് എന്ത് കൊടുക്കണം? എക്സ് പ്ലസ് വൺ. അപ്പോൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? ജി ഓഫ് എക്സ് പ്ലസ് വൺ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ജി ഓഫ് എക്സ് പ്ലസ് വൺ എന്ന് പറയുമ്പം എങ്ങനെ കിട്ടും? ജി ഓഫ് എക്സ് പ്ലസ് വൺ, ജി ഓഫ് എക്സ് എത്രയാണ്? എക്സ് സ്ക്വയർ. ഇപ്പം എക്സ് സ്ക്വയറിൻ്റെ ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ആണ്. എക്സിൻ്റെ സ്ഥാനത്ത് ഇപ്പം കിടക്കുന്ന എന്തുവാണ്? എക്സ് പ്ലസ് വൺ ആണ്. അപ്പം എന്ത് കിട്ടും? എക്സ് പ്ലസ് വൺ ദ ഹോൾ സ്ക്വയർ. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അതായത് ചോദിച്ചത് ജി ഓഫ് എഫ് കണ്ടുപിടിക്കാനാണ്. ജി ഓഫ് എഫ് എന്ന് പറഞ്ഞാൽ ജി ഓഫ് എഫ് ഓഫ് എക്സ് ആണ്. അന്നേരം നമ്മൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് വൺ ആണ്. അപ്പം ജി ഓഫ് എക്സ് പ്ലസ് വൺ. ഇനി ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ആണ്. അന്നേരം എക്സിൻ്റെ സ്ഥാനത്ത് ഇപ്പോൾ എക്സ് പ്ലസ് വൺ കൊടുക്കുന്നതുകൊണ്ട് എക്സിന് അവിടെ എക്സ് പ്ലസ് വൺ ദ ഹോൾ സ്ക്വയർ എന്ന് കൊടുക്കുന്നു. ഇനി അടുത്തത് എഫ് ഓഫ് ജി. അതെങ്ങനെയായിരിക്കും? എഫ് ഓഫ് ജി ഓഫ് എക്സ് അല്ലേ? എഫ് ഓഫ് ജി ഓഫ് എക്സ്. ഇനിയിപ്പം അന്നേരം ഈ ജി ഓഫ് എക്സിൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കണം? ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ആണ്. ഇനി എഫ് ഓഫ് എക്സ് എന്തായിരുന്നു? എക്സ് പ്ലസ് വൺ ആയിരുന്നു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. അപ്പം പക്ഷേ ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് എന്തോ കിടക്കുന്നത്? എക്സ് സ്ക്വയറാണ്. അപ്പം എക്സ് പ്ലസ് വണ്ണിന് പകരം എക്സിന് പകരം എന്ത് കൊടുക്കണം? എക്സ് സ്ക്വയർ പ്ലസ് വൺ. ഇതാണ് എന്തെന്ന് പറയുന്നത്? എഫ് ഓഫ് ജി എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും ജി ഓഫ് എഫും എഫ് ഓഫ് ജിയും സെയിം അല്ലായിരുന്നു. ഓക്കെ, ഇതും സിംപ്ലി അതുപോലെ തന്നെയുള്ളൊരു എക്സാമ്പിളാണ്. പല എക്സാമ്പിൾസ് ഞാൻ ഇട്ടിട്ടുണ്ടെന്നേ ഉള്ളൂ. 3x പ്ലസ് 2 ആൻഡ് എക്സ് പ്ലസ് 5. എഫ് ഓഫ് ജി കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ കണ്ടുപിടിക്കും? എഫ് ഓഫ് ജി ഓഫ് എക്സ് കണ്ടുപിടിക്കണം. അപ്പോൾ എന്ത് കിട്ടും? ജി ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ ഇവിടെ എത്രയാണ്? 5 ആണ്. എഫ് ഓഫ് എക്സ് പ്ലസ് 5. സോ അന്നേരം നമ്മൾ എന്ത് ചെയ്യണം? ഇനി എഫ് ഓഫ് എക്സിൻ്റെ ഇക്വേഷൻ എക്സിൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കണം? എക്സ് പ്ലസ് 5 കൊടുക്കണം. അതേപോലെ തിരിച്ചു. നേരത്തെ പോലെ തന്നെയുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ പല പല എക്സാമ്പിൾസ് ഇപ്പം ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം, നമുക്ക് മനസ്സിലാവും. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഓക്കെ, ഇത് കാണാമോ എന്നറിയില്ല. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് 6ഉം ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് 2x മൈനസ് 1ഉം. അപ്പം എഫ് ഓഫ് ജി എന്ന് പറയുമ്പോൾ എഫ് ഓഫ് ജി ഓഫ് എക്സ് ആണ്. അപ്പം ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് 2x മൈനസ് 1 ആണ്. 2x മൈനസ് 1. ജി ഓഫ് എക്സിന് സ്ഥാനത്ത് നമ്മൾ എന്ത് കൊടുക്കണം? 2x മൈനസ് 1 കൊടുക്കണം. അതിനുശേഷം നമ്മൾ എന്താ നെക്സ്റ്റ് ചെയ്യേണ്ടത്? ഈ എഫ് ഓഫ് എക്സിൻ്റെ അവിടെ എക്സിൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കണം? 2x മൈനസ് 1. എക്സ് സ്ക്വയർ പ്ലസ് 6 ആണ്. അപ്പം എക്സ് സ്ക്വയറിൻ്റെ അവിടെ എന്ത് കൊടുക്കണം? 2x മൈനസ് 1 ദ ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇനിയിപ്പം വേറൊരു രീതിയിൽ വേണമെങ്കിൽ നമുക്കൊരു ഇങ്ങനൊരു ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും. ക്വസ്റ്റ്യൻ നോക്കുക. അന്നേരം എ എന്ന് പറയുന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ്? 1 2 3 4. ബി ഇസ് എ ബി സി, സി ഇസ് ഡബ്ല്യു എക്സ് വൈ സെഡ്. ഫംഗ്ഷൻ എഫ് എന്ന് പറയുന്നത് എ ടു ബി ആൻഡ് ജി ഇസ് ബി ടു സി. നമുക്ക് രണ്ട് ഫംഗ്ഷൻ എ ടു ബിയിലും ബി ടു സിയിലും തന്നിട്ടുണ്ട്. അതായത് ഫംഗ്ഷൻ എഫ് എ ടു ബിയിൽ എന്തൊക്കെയാണ്? 1, A2, അതായത് 1ൽ നിന്ന് എയിലോട്ട് റിലേഷൻ ഉണ്ട്. 2a 3b 4c ആൻഡ് g is a2x and b2x and c2z. നമ്മളോട് ആദ്യം ഇവിടെ കണ്ടുപിടിച്ചിരിക്കുന്നത് g ഓഫ് എഫ് ഓഫ് 1. അതായത് g ഓഫ് എഫ് ഓഫ് 1 എന്ന് പറയുമ്പം എങ്ങനെയായിരിക്കും? g ഓഫ് എഫ് ഓഫ് 1. ഇനി എഫ് ഓഫ് എക്സിന് പകരം ഇവിടെ എന്താ കൊടുത്തിരിക്കുന്നത്? എഫ് ഓഫ് 1. ഇവിടെ എഫ് ഓഫ് 1 എന്ന് പറയുമ്പോൾ എന്താ? ഫംഗ്ഷൻ എഫ് ഓഫ് 1 എന്ന് പറയുമ്പോൾ അതായത് എഫ് ഓഫ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ എന്നർത്ഥം. ഈ ഫംഗ്ഷൻ്റെ അർത്ഥം അതാ. എഫ് ഓഫ് A1, അതായത് നമ്മളൊരു ഇൻപുട്ട് 1 കൊടുക്കുമ്പോൾ, ഒരു ഫംഗ്ഷനിലോട്ട് ഇൻപുട്ട് കൊടുക്കുമ്പോൾ എന്താണ് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്? 1 ഇൻപുട്ട് കൊടുത്താൽ എന്താ ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്? എ ആണ് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്. ഇനി 2 ഇൻപുട്ട് കൊടുത്താൽ എന്താണ് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്? എ ആണ്. 3 കൊടുത്താൽ ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത് ബി ആണ്. അപ്പോൾ എഫ് ഓഫ് 3 എന്ന് പറയുന്നത് ബി ആണ്. അതേപോലെ എഫ് ഓഫ് 4 എന്ന് പറയുന്നത് സി ആണ്. ഓക്കെ, അപ്പം നമ്മൾ ജി ഓഫ് എഫ് ഓഫ് 1, എഫ് ഓഫ് 1 ഈസ് എ, ജി ഓഫ് എ. ഓക്കെ, ജി ഓഫ് എ എന്ന് പറയുമ്പം ഇനിയിപ്പം ജീൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കണം? നമ്മൾ എ കൊടുക്കണം. അന്നേരം ഇവിടെ നോക്കുക. ഇനിയിപ്പോൾ നമുക്ക് എന്ത് ഇപ്പോൾ ലാസ്റ്റ് കിട്ടിയിരിക്കുന്നത്? ജി ഓഫ് എ. ജി ഓഫ് എ എന്ന് പറയുമ്പോൾ എത്രയാണ്? ജി ഓഫ് എ ഈസ് എക്സ്. സോ റിസൾട്ട് ഈസ് എക്സ്. നെക്സ്റ്റ് ജി ഓഫ് എഫ് ഓഫ് 3. അപ്പം ജി ഓഫ് എഫ് ഓഫ് 3, ഇനിയിപ്പോൾ എഫ് ഓഫ് 3 എന്ന് പറയുമ്പം ബി ആണ്. അപ്പം ജി ഓഫ് ബി എന്ന് പറയുന്നത് എന്താണ്? വൈ അല്ലേ? ജി ഓഫ് ബി ഈസ് വൈ. അതേപോലെ അടുത്തത് ജി ഓഫ് എഫ് ഓഫ് 2.
ഓക്കെ, ജി ഓഫ് എഫ് ഓഫ് ടു എന്ന് പറയുമ്പോൾ എ ആണ്. ജി ഓഫ് എ അപ്പം വീണ്ടും എന്താണ്, എക്സ് ആണ്. എഫ് ഓഫ് ഫോർ, ജി ഓഫ് എഫ് ഓഫ് ഫോർ എന്ന് പറയുന്നത് സി ആണ്. ജി ഓഫ് സി ഈസ് ഇസഡ്. ഇങ്ങനെയാണ് നമ്മളിത് കണ്ടുപിടിക്കേണ്ടത്. ഇനി നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ സെയിം അതേപോലെ തന്നെയാണ്. എഫ് ഓഫ് എക്സ് ഈസ് ഇക്വൽ ടു എക്സ് സ്ക്വയർ ആൻഡ് ജി ഓഫ് എക്സ് ഈസ് ഇക്വൽ ടു എക്സ് പ്ലസ് 5. സോ നമ്മൾ എന്താണ് ജി ഓഫ് എഫ് ഓഫ് എക്സ് എങ്ങനെ കണ്ടുപിടിക്കും? ജി ഓഫ് എഫ് ഓഫ് എക്സ് കൊടുക്കുന്നു. എഫ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ എക്സ് സ്ക്വയർ ആണ്. ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് എക്സ് സ്ക്വയർ കൊടുക്കുന്നു, എക്സ് സ്ക്വയർ പ്ലസ് 5. ഇനി വേറൊരു കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ഇനി എഫ് സ്ക്വയർ കണ്ടുപിടിക്കൂ എന്ന് ചോദിക്കുകയാണെന്ന് വിചാരിച്ചോ. അന്നേരം എഫ് സ്ക്വയർ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഓഫ് എഫ് കണ്ടുപിടിക്കാം. എന്താണ് എഫ് ഓഫ് എഫ്? അതായത് 2 സ്ക്വയർ അല്ലേ, 2 സ്ക്വയർ എന്ന് പറയുമ്പോൾ അത് കണ്ടുപിടിക്കേണ്ടത് എഫ് ഓഫ് എഫ്. ഇനി എഫ് ക്യൂബ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം? എഫ് ഓഫ് എഫ് സ്ക്വയർ അല്ലെങ്കിൽ എഫ് ഓഫ് എഫ്. ഇതാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ നമുക്കിവിടെ ക്വസ്റ്റ്യൻ ഈസിക്കൽ ടു 1 2 3 4 ആൻഡ് ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ആ ഫംഗ്ഷൻ എന്നിട്ട് എഫ് നമ്മൾ എന്താ കണ്ടുപിടിച്ചേക്കുന്നത്? അതിനകത്ത് എഫ് സ്ക്വയർ കണ്ടുപിടിച്ചിട്ടുണ്ട്. എഫ് സ്ക്വയർ എന്ന് പറയുമ്പം എന്താണ്? എഫ് ഓഫ് എഫ്, അതായത് എഫ് ഓഫ് എക്സ് അല്ലേ. എഫ് ഓഫ് എക്സ് എന്ന് പറയുമ്പം എന്താണ്? എഫ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ എന്താണ് നോക്കിയേ. എഫ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ ഇതാണ് ഒരു ഫംഗ്ഷൻ തന്നെയാണ് തന്നേക്കുന്നത്. അപ്പം എന്താ ചെയ്യുന്നത്? എഫ് ഓഫ് എന്ത് കൊടുക്കണം? 1 2 എഫ് ഓഫ് എഫ് എന്ന് പറയുമ്പം ഇവിടെ എഫ് ഓഫ് എഫ് എന്താ കിട്ടിയേക്കുന്നതെന്ന് നോക്കാം. സിംപിളി ഞാൻ പറയുന്ന പോലെ ചെയ്താൽ മതി. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ, അതായത് 1-ൽ നിന്ന് ഈ ഫംഗ്ഷൻ എന്താ പറയുന്നത്? 1 ചെയ്താൽ 2 കിട്ടും. ഓക്കെ, എഫ് ഓഫ് എഫ് എന്ന് പറയുമ്പം ഇതിൻ്റെ ഒരു ലെവലൂടെ നമ്മൾ നോക്കണം. അതായത് 2-ൽ നിന്ന് ഇവിടെ എങ്ങോട്ടാണ് പോകുന്നത്? 1-ൽ നിന്ന് 2 കിട്ടും. അപ്പം നമുക്കിവിടെ കാണാം 2-ൽ നിന്നും 2-ലോട്ട് പോകും. അപ്പം എന്താണ്? 1-ൽ നിന്ന് 2 കിട്ടും. ഇനിയിപ്പം 2-ൽ നിന്ന് 2 കിട്ടും. അപ്പം 1-ൽ നിന്ന് എന്ത് തന്നെ എഴുതാൻ പറ്റും? 2 കിട്ടുമെന്ന് എഴുതാൻ പറ്റത്തില്ലേ? അതായത് 1-ൽ നിന്ന് 2-ലേക്ക് പോകുന്നു, 2-ൽ നിന്ന് 2-ലേക്ക് പോകുന്നു. അപ്പം ഇങ്ങനെ എഴുതാൻ പറ്റുമല്ലോ. 1-ൽ നിന്ന് 2-ലേക്ക് പോകുന്നു, 2-ൽ നിന്ന് 2-ലേക്ക് പോയി കഴിഞ്ഞാൽ 1-ൽ നിന്ന് 2-ലേക്ക് പോകാൻ പറ്റും. അപ്പോൾ നമ്മൾക്ക് വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല. 1 2 എന്ന് തന്നെ എഴുതുന്നു. ഇനി നെക്സ്റ്റ് അടുത്തത് 2 2-ൽ നിന്ന് 2-ലേക്ക് പോകുന്നു, 2 തന്നെയാണ്. ഒക്കെ അതിനകത്തൊന്നും എഴുതാനില്ല. ഇനി അടുത്തത് വരുമ്പോൾ നമുക്ക് ഡിഫറൻസ് മനസ്സിലാകും. ഇവിടെ 3-ൽ നിന്ന് 1-ലേക്ക് പോകുന്നു, 3-ൽ നിന്ന് 1-ലേക്ക് പോകുന്നു. അന്നേരം 1 എങ്ങോട്ടാണ് പോകുന്നത്? 1-ൽ നിന്ന് 2-ലേക്ക് പോകുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 3-ൽ നിന്ന് 1-ലേക്ക് പോകുന്നു, 1 2-ലേക്ക് പോകുന്നു. അപ്പോൾ എങ്ങനെ എഴുതാൻ പറ്റും? 3-ൽ നിന്ന് എങ്ങോട്ട് പോകാൻ പറ്റും? 2-ലേക്ക് പോകാൻ പറ്റും. അപ്പോൾ എഫ് ഓഫ് എഫ് എന്ന് പറയുമ്പോൾ അപ്പോൾ 3 1 മാറ്റിയിട്ട് എന്ത് കൊടുക്കണം? 3 2 കൊടുക്കണം. ഇനിയിപ്പം 4 3 എടുക്കുക. 4-ൽ നിന്ന് 3-ലേക്ക് പോകുന്നു. ഇനി 3 കൊടുക്കുമ്പോൾ എനിക്ക് എത്ര കിട്ടും? 3 കൊടുക്കുമ്പോൾ എനിക്ക് 1 കിട്ടും അല്ലേ. 3 2 1 അല്ലേ. അപ്പോൾ എന്താണ് എനിക്ക് എഴുതാൻ പറ്റുന്നത്? 4-ൽ നിന്ന് 3-ലേക്ക് കിട്ടുമെങ്കിൽ 3-ൽ നിന്ന് 1-ലേക്ക് കിട്ടുമെങ്കിൽ എനിക്ക് എന്താ എഴുതാൻ പറ്റും? 4 1. ഇതാണ് എഫ് ഓഫ് എഫ് എന്ന് പറയുന്നത്. ഇനി എഫ് ക്യൂബ് എന്ന് പറയുമ്പം ഇതിൻ്റെ ഒരു ലെവലൂടെ കൂട്ടണം. 1 2 2 2 അതെല്ലാം അതുപോലെ തന്നെ വരത്തുള്ളൂ, ആ സെയിം ആൻസേഴ്സ് വരത്തുള്ളൂ. നെക്സ്റ്റ് 3-ൽ നിന്ന് 1-ലേക്ക് വരുന്നു, 1-ൽ നിന്ന് എനിക്ക് ഒരു ലെവലൂടെ നോക്കണം, 2-ലേക്ക് പോകുന്നു. ഇനി വീണ്ടും നോക്കണം, അതായത് നോക്കുക 3-ൽ നിന്ന് 1-ലേക്ക് പോകുന്നു. ഓക്കെ, 3-ൽ നിന്ന് 1-ലേക്ക് പറഞ്ഞാൽ 3 ഇൻപുട്ടായി കൊടുത്തു കഴിഞ്ഞാൽ 1 ആയിരിക്കും ഔട്ട്പുട്ട്, 1 ഇൻപുട്ടായി കൊടുത്തു കഴിഞ്ഞാൽ 2 ആയിരിക്കും ഔട്ട്പുട്ട്. ഇനി വീണ്ടും നോക്കണം, 2 ഇൻപുട്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്ത് തന്നെ ഔട്ട്പുട്ട്? 2 തന്നെ ഔട്ട്പുട്ട്. അപ്പം 3-ൽ നിന്ന് 1 1-ൽ നിന്ന് 2, അപ്പം 3-ൽ നിന്ന് എനിക്ക് 2-ലേക്ക് പോകാൻ പറ്റും. ഓക്കെ, അതായത് 2-2-ലേക്ക് പോകാൻ പറ്റുമെങ്കിൽ അതും ഇതുപോലെ എഴുതാമല്ലോ. 3-ൽ നിന്ന് എനിക്ക് ഇവിടേക്ക് മൂന്നാമത്തെ ലെവലിലേക്കും വരാൻ പറ്റും. അപ്പോൾ എന്ത് തന്നെയാണ്? 3 2 തന്നെയാണ്. ഇനിയിപ്പോൾ അടുത്ത ഡിഫറൻസ് വരുമ്പോൾ മനസ്സിലാകും. അതായത് 4 3. ഓക്കെ, 3 1 1 2. 4-ൽ നിന്ന് 3-ലേക്ക് പോകുന്നു, 3-ൽ നിന്ന് 1-ലേക്ക് പോകുന്നു, 1-ൽ നിന്ന് 2-ലേക്ക് പോകുന്നു. അപ്പോൾ എന്തുകൂടെ എഴുതാൻ പറ്റും? 4-ൽ നിന്ന് 2-ലേക്ക് പോകാൻ പറ്റുമല്ലോ. അപ്പം 4 2 എഴുതും. അതായത് ഇവിടെ എത്ര ചെയ്തു? 2 ഒരു ലെവലിലൂടെ കൂട്ടിയാണ് എഴുതുന്നത്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരും. അതായത് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ F⁴ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം നോക്കിയേ, അന്നേരം എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ F × F⁴ കണ്ടുപിടിക്കാം.
അത് ഇതാ ഇങ്ങനെ വേണം നമ്മൾ കണ്ടുപിടിച്ച് ഓരോ ലെവൽ കൂട്ടി വേണം കണ്ടുപിടിക്കാൻ. ഓക്കെ, നെക്സ്റ്റ് അന്നേരം എന്താണ് കോമ്പസിഷൻ ഓഫ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇനിയും പഠിക്കാനുള്ളതെന്ന് പറയുന്നത് ഇൻവേഴ്സ് ഓഫ് എ ഫംഗ്ഷൻ. ഇൻവേഴ്സ് ഓഫ് എ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. ഒരു ഫംഗ്ഷൻ വിചാരിക്കുക y = f(x). അതിന് ഇൻവേഴ്സ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഇൻവേഴ്സ് കണ്ടുപിടിക്കുക, അതാണ് അതിൻ്റെ അർത്ഥം. അതിന് നേരെ തിരിച്ചുള്ളത് കണ്ടുപിടിക്കുക. y = f(x) ആകുമ്പോൾ ഇൻവേഴ്സ് ഓഫ് എക്സ് കണ്ടുപിടിക്കണം. അപ്പം നമുക്ക് എപ്പോഴും ചിന്തിക്കുക എഫ് ഇൻവേഴ്സ് എന്ന് പറയുന്നൊരു ഫംഗ്ഷനാണ്. f(x) എന്ന് പറയുന്ന ഫംഗ്ഷനാണ്. അതിന് തിരിച്ച് ഇൻവേഴ്സ് എഫ് ഇൻവേഴ്സ് അതിൻ്റെ തിരിച്ചുള്ളത് കണ്ടുപിടിക്കണം. അതെപ്പോഴും ഫംഗ്ഷൻ ആയിരിക്കണം എന്നില്ല, വേണമെങ്കിൽ വാല്യൂസും വരാൻ പറ്റും. ഓക്കെ, നമുക്ക് സിമ്പിളായിട്ട് അതിൻ്റെ ഒരു ഇക്വേഷൻ നോക്കാം. ഹൗ ടു ഫൈൻഡ് ദി ഇൻവേഴ്സ് ഓഫ് എ ഫംഗ്ഷൻ. Steps for finding the inverse of a function are as follows. First step, replace the function f(x) by y in the equation. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷനെ നമ്മൾ y വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാം. എന്നിട്ട് നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പ് ചെയ്യുന്നത് സ്വാപ്പ് ദ വേരിയബിൾസ് എക്സ് ആൻഡ് വൈ. ദാറ്റ് ഈസ് റീപ്ലേസ് എക്സ് ബൈ വൈ ആൻഡ് വൈസ് വേഴ്സ. എക്സിനെ വൈനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാപ്പ് ചെയ്യാൻ പോവുക. എക്സിൽ ഇനിയിപ്പം വൈ എന്നും വൈ എന്നുള്ളിടത്തല്ല എക്സ് എന്ന് എഴുതും. എന്നിട്ട് സോൾവ് ഫോർ വൈ. വൈ എന്ന് പറയുന്ന ഇത് വെച്ചിട്ട് നമ്മൾ സോൾവ് ചെയ്യുക. റീപ്ലേസ് വൈ ബൈ എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ്. ഇതാണ് സ്റ്റെപ്സ് എന്ന് പറയുന്നത്. എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഇപ്പം കൺസിഡർ ദ ഫംഗ്ഷൻ f(x) = x + 1/x. ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇതിന് എന്ത് കണ്ടുപിടിക്കണം? ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. സ്റ്റെപ്പ് 1 എന്താ പറയുന്നത്? റീപ്ലേസ് ദ ഫംഗ്ഷൻ f(x) by y. ഈ ഫംഗ്ഷന് f(x)ൻ്റെ സ്ഥാനത്ത് എന്ത് ചെയ്യാൻ കൊടുക്കാൻ പറയാണ്? y കൊടുക്കാൻ പറയാണ്. അപ്പോൾ എനിക്ക് എന്താ f(x) മാറ്റിയിട്ട് അവിടെ എന്ത് കൊടുത്തു? y കൊടുത്തു. y = x + 1/x. കേട്ടോ, f(x)ൻ്റെ സ്ഥാനത്ത് ഞാൻ എന്ത് കൊടുത്തു? y കൊടുത്തു. അപ്പം y = x + 1/x. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്താ പറയുന്നത്? എക്സും വൈയും കൂടെ സ്വാപ്പ് ചെയ്യുക. എക്സ് ഉള്ളിടത്തെല്ലാം y എഴുതുക, y ഉള്ളിടത്തെല്ലാം എക്സ് എഴുതുക. ഇവിടെ നോക്കി, ഇവിടെ y, അതിനെ മാറ്റി ഞാൻ x ആക്കി സ്വാപ്പ് ചെയ്തു. ഇവിടെ x ആണ്, അതിനെ മാറ്റി ഞാൻ y ആക്കി സ്വാപ്പ് ചെയ്തു. ഇനി ഇവിടെ x ആണ്, എക്സിൻ്റെ സ്ഥാനത്ത് ഞാൻ എന്ത് കൊടുത്തു? y കൊടുത്തു. അപ്പോൾ x = y + 1/y. ഒന്നാമത്തെ സ്റ്റെപ്പ് റീപ്ലേസ് ചെയ്തു f(x)നെ, രണ്ടാമത്തെ സ്റ്റെപ്പ് സ്വാപ്പ് ചെയ്തു. ഇതിന് ഞാൻ ഇനി എന്ത് ചെയ്യണം? ഞാൻ വൈക്ക് സോൾവ് ചെയ്യാനാണ് പറയുന്നത്. അതായത് അതിൻ്റെ അർത്ഥം ഇനി y വെച്ചിട്ട് y = എന്ന് വെച്ചിട്ട് എനിക്കൊരു, അതായത് ഇവിടുത്തെ ഇതെല്ലാം മാറ്റിയിട്ട് y = എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു ഇക്വേഷൻ കിട്ടണം. നോക്കാം അതെങ്ങനെ കിട്ടുമെന്ന് നോക്കാം. x × y ഇങ്ങനെ കൊടുത്തു. x × y = y + 1. ഓക്കെ, എനിക്കിങ്ങനെ വൈനെ ഒറ്റയ്ക്കാക്കി കിട്ടണം. xy - y = 1. ഓക്കെ, ഇവിടെ y എനിക്ക് കോമൺ ആയിട്ട് എടുക്കാം. അപ്പം എത്ര കിട്ടും? x - 1 = 1. സോ അപ്പം പിന്നെ അത് കഴിയുമ്പോൾ എന്ത് എഴുതാൻ പറ്റും? x - 1നെ അപ്പുറത്ത് കൊണ്ടുപോകാം. അന്നേരം 1 ഇൻറ്റു അല്ല ഇവിടെ 1/x - 1. സോ y മാത്രമായിട്ട് എനിക്ക് സെപ്പറേറ്റ് ചെയ്ത് അപ്പുറത്ത് കിട്ടിയപ്പം എന്താണ് റിസൾട്ട് കിട്ടിയത്? 1/x - 1. ഓക്കെ, ഒന്നുകൂടെ വേണമെങ്കിൽ പറയാം. നമുക്ക് x = y + 1/y ആയിരുന്നു. വൈനെ മാത്രം അപ്പുറത്താക്കി കിട്ടണം. അത് നമ്മൾ വഴി നോക്കി. xy = y + 1. ഓക്കെ, ഈ വൈനെ ഇപ്പുറത്ത് കൊണ്ടുവന്നു. xy - y = 1. ഇവിടെ ഈ വൈനെ കോമൺ എടുക്കുമ്പോൾ എന്ത് കിട്ടും? x - 1 കിട്ടും, വിച്ച് ഈസ് 1. ഓക്കെ, y ഇൻറ്റു ആയതുകൊണ്ട് y = 1/x - 1. ഇതാണ് y എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റെപ്പ് 4 എന്ന് പറയുമ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ വൈനെ നമ്മൾ റീപ്ലേസ് ചെയ്ത് എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യണം? f ഇൻവേഴ്സ് ഓഫ് എക്സ് വെച്ച് റീപ്ലേസ് ചെയ്യണം. അപ്പോൾ ആ വൈക്ക് പോലെ അവിടെ എന്ത് കൊടുക്കുക? f ഇൻവേഴ്സ് ഓഫ് എക്സ് കൊടുക്കുക. സോ f ഇൻവേഴ്സ് ഓഫ് എക്സ് എത്ര കിട്ടി? 1/x - 1. ഓക്കെ, അപ്പം ഈ ഒരു ടേമിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഇതാണ്. ഇനി നെക്സ്റ്റ് 2 ക്വസ്റ്റ്യൻ ഉണ്ട്. ഇതിൻ്റെ എന്ത് കണ്ടുപിടിക്കണം? ഇൻവേഴ്സ് ഓഫ് ദ ഫോളോയിങ് ഫംഗ്ഷൻ കണ്ടുപിടിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. x³ + 2. f(x) = x³ + 2. അപ്പോൾ ആദ്യം എന്ത് ചെയ്തു? y = x³ + 2 കൊടുത്തു. ഇനി എക്സിനെ വൈനെ ഞാൻ സ്വാപ്പ് ചെയ്തു. വൈൻ്റെ സ്ഥാനത്ത് ഞാൻ എന്ത് കൊടുത്തു? എക്സ് കൊടുത്തു. എക്സിൻ്റെ സ്ഥാനത്ത് ഞാൻ വൈ കൊടുത്തു. y³ + 2. ഇനി എന്താണ്? എങ്ങനെയായാലും ഞാൻ വൈനെ ഒറ്റയ്ക്കാക്കാൻ നോക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്തു? ആദ്യം x - 2 = y³.
ഓക്കെ, അപ്പം എന്താണ് എക്സ് മൈനസ് 2 ഇസിക്കൽ വൈ ക്യൂബ് എന്ന് പറയുമ്പോൾ ഇനി എന്താ, ഇതിനെ ഇപ്പോൾ ക്യൂബ് മാറ്റണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, നമ്മൾ സാധാരണ എന്താ ചെയ്യുന്നത്, അതിനെ ക്യൂ സ്ക്വയർ വന്നാൽ റേസ് ടു ഹാഫ് റൂട്ട് എടുക്കുന്നു, അല്ലെങ്കിൽ ക്യൂബ് വന്നു കഴിഞ്ഞാൽ റേസ് ടു 1/3, എങ്ങനെയല്ല സാധനം ചെയ്യുന്നത്, ക്യൂബ് മാറ്റാൻ വേണ്ടി അപ്പുറത്തേനെ ഞാൻ റേസ് ടു 1/3 കൊടുത്തു. സോ ദിസ് ഈസ് ദ റിസൾട്ട്. അതേപോലെ 8/9 - 3y അതുപോലെ തന്നെ നമുക്ക് എഴുതാൻ പറ്റും. ഒക്കെ നമുക്ക് നോക്കാം ഇതെങ്ങനെ ചെയ്തു വന്നേക്കുന്നതെന്ന്. അപ്പോൾ ആദ്യം ഞാൻ എന്ത് ചെയ്തു, ഓക്കെ ക്വസ്റ്റ്യൻ ഇതാണോന്ന് ഓർക്കുന്നില്ല. ഓക്കെ, എഫ് ഓഫ് എക്സ് മീൻസ് 8/9 - 3x ആണ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ എന്താണ്, 8/9 - 3x. നമുക്കപ്പോൾ ആദ്യം എഫ് ഓഫ് എക്സിന് പകരം y കൊടുക്കാം, 8/9 - 3x. അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു, y എക്സും കൂടെ എല്ലാം കൂടെ മാറ്റി. അപ്പം x ഈസ് ഈക്വൽ ടു 8/9 - 3y. ഇനിയിപ്പോൾ എന്ത് ചെയ്യണം, ഇതിനെ ഞാൻ സോൾവ് ചെയ്യണം. സോ അത് സോൾവ് ചെയ്താണ് ഈ എഴുതിയിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് നോക്കാം. 9 - 3y ഇൻറ്റു എക്സ് ഈസ് ഈക്വൽ ടു 8, വിച്ച് ഈസ് 9x മൈനസ് 3xy ഈസ് ഈക്വൽ ടു 8. നെക്സ്റ്റ് എന്താണ്, 3xy ഈസ് ഈക്വൽ ടു 8. ഓക്കെ, ഇവിടെ 3xy ഈക്വൽ ടു 8 എടുക്കുന്നതിന് മുന്നേ നമുക്ക് ഇവിടെ ഒരു കാര്യം കോമൺ ആയിട്ടുണ്ട്, എക്സ് കോമൺ ആയിട്ടുണ്ട്. 9 - 3y ഈസ് ഈക്വൽ ടു 8 കിട്ടി. എക്സ് കോമൺ ആക്കി ഇവിടെ എടുത്തു. ഈ എക്സിനെ ഞാൻ അപ്പുറത്ത് കൊണ്ടുപോകുന്നു. ഓക്കെ, എക്സിന് അപ്പുറത്ത് കൊണ്ടുപോകുമ്പം 8/x കിട്ടുന്നു. 9 - 3y ഈസ് ഈക്വൽ ടു 8/x. അത് ഓർക്കുക. അപ്പം 9 - 3y ഈസ് ഈക്വൽ ടു 8/x. ഇനിയിപ്പോൾ y എല്ലാം ഒരുമിച്ചാക്കി വേണ്ടത്. ഇനിയിപ്പം അടുത്തത് എന്ത് കൊടുക്കുക, 9 ഇവിടുന്ന് മാറ്റുക. എന്നിട്ട് 8/x - 9 ഡിവൈഡഡ് ബൈ ബാക്കി ഇവിടെ എത്ര ഉണ്ട്, -3y ഉണ്ട്. ആ 3നെയും കൂടെ മാറ്റുക, -3. y ഈസ് ഈക്വൽ ടു 8/x - 9/-3. സോ എങ്ങനെയെങ്കിലും വൈനെ സിംഗിളാക്കി അവിടെ കൊണ്ടുവരിക. എന്നിട്ട് ഈ വൈനെ മാറ്റിയിട്ട് അവിടെ എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് എഴുതുക. സോ ഇതാണ് എന്തെന്ന് പറയുന്നത്, ഇൻവേഴ്സ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനിയിപ്പം ഓക്കെ, കോമ്പസിറ്റ് ഫംഗ്ഷനകത്ത് വേറൊരു കൈൻഡ് ഓഫ് പ്രോബ്ലോഡ് ഉണ്ടായിരുന്നു, അത് ഞാൻ മിസ് ചെയ്തു. നിങ്ങൾക്ക് മനസ്സിലാവും. എന്നാൽ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുക. അതായത് കോമ്പസിറ്റ് ഫംഗ്ഷൻ ജി ഓഫ് എഫ് എഫ് ഓഫ് ജിക്കകത്ത് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 5 ആൻഡ് ജി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 3x². എന്നിട്ട് ഇത് ഞാൻ പറയുന്നില്ല, ഇത് രണ്ടും ഞാൻ പറയുന്നില്ല, ഇത് മാത്രം എഫ് ഓഫ് ജി ഓഫ് 2 ആണ് പറയാൻ പോകുന്നത്. എഫ് ഓഫ് ജി ഓഫ് 2 എന്ന് പറയുമ്പം എങ്ങനെ എഴുതണ്ടേ, അന്നേരം എഫ് ഓഫ് ജി ഓഫ് 2. അപ്പോൾ എനിക്ക് എന്ത് കണ്ടുപിടിക്കണം, ജി ഓഫ് 2 കണ്ടുപിടിക്കണം. ജി ഓഫ് 2 കണ്ടുപിടിക്കണമെങ്കിൽ എനിക്കൊരു ഇക്വേഷൻ ഉണ്ട്. ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് ഞാൻ എന്ത് കൊടുക്കുന്നു, 2 കൊടുക്കുന്നു. അപ്പം ഞാൻ എന്താ ചെയ്യേണ്ടത്, ഇനി എക്സിനല്ല എനിക്ക് എന്താ കൊടുക്കണ്ടേ, 2 എന്നാണ് കൊടുക്കുന്നത്. അപ്പം 3 ഇൻറ്റു ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് എത്രയാണ്, 2 കൊടുക്കുക. 3 × 2² വിച്ച് ഈസ് 3 × 4 വിച്ച് ഈസ് എത്രയാണ്, 12 അല്ലേ. 4 × 3 12. അപ്പം ഈ ജി ഓഫ് 2ൻ്റെ സ്ഥാനത്ത് എനിക്ക് എന്ത് എഴുതാൻ പറ്റും, ഓക്കെ എന്തെഴുതാനാണ് പറ്റുന്നത് നോക്കാം. ജി എഫ് 2 എന്ന് പറയുമ്പം എത്രയാണ് ഇനിയിപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്നത്, 12 ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പം ഓക്കെ സോറി അതങ്ങ് പോയി. എഫ് ഓഫ് ജി ഓഫ് 2 എനിക്ക് എത്രയാണ് കിട്ടിയിരിക്കുന്നത്, 12 ആണ് കിട്ടിയിരിക്കുന്നത്. ഇനിയിപ്പോൾ എന്താണ് എഫ് ഓഫ് 12. ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് ഞാൻ എന്ത് കൊടുക്കുക, 12 കൊടുക്കുക. അപ്പോൾ എക്സിന് പകരം ഇനിയിപ്പോൾ എന്താണ്, 12 ആണ്. 12 + 5 വിച്ച് ഈസ് 17. സോ റിസൾട്ട് ഈസ് 17. എങ്ങനെ ചെയ്തത്, അപ്പം എഫ് ഓഫ് ജി ഓഫ് 2, എനിക്ക് ജി ഓഫ് 2 അറിയില്ല, അപ്പം ഞാൻ ജി ഓഫ് 2 കണ്ടുപിടിക്കണം. അപ്പം ജി ഓഫ് 2 എന്ന് പറയുമ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് ഇവിടെ 2 കൊടുക്കുക. അപ്പം എക്സിൻ്റെ അവിടെ എന്താ കൊടുക്കുക, 2 കൊടുക്കുമ്പം 2² വിച്ച് ഈസ് 2² ഈസ് 4. 4 × 3 ഈസ് 12. അപ്പം എന്താണ് ജി ഓഫ് 2 എന്ന് പറയുമ്പം 12 ആണ്. എഫ് ഓഫ് 12 കണ്ടുപിടിക്കുക. അന്നേരം 12 + 5 ഈസ് 17. സോ ഇത്തരത്തിലുള്ളൊരു ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ടായിരുന്നു. സോ ഇത് സിമ്പിളാണ്, എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് കോമ്പോസിഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ പഠിച്ചു വെക്കുക.